128 അധ്യായത്തിൽ ഇനിയൊരു 3 ശ്ലോകം കൂടെ ഉള്ളൂ. അതുകൂടെ നമുക്ക് വായിച്ച് അവസാനിപ്പിച്ചിട്ട് 129 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 42 പദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്വനിശ്ചയാച്ചിരാഭ്യസ്താൻ നാസൗ വിരതിമേതിഃ അന്തോ നൈവാസ്ത്യവിദ്യായാ സാഹി ബ്രഹ്മൈവ സത്യത. അവനവൻ്റെ തീരുമാനമാണ് അവനവൻ്റെ ദുരിതങ്ങൾക്കെല്ലാം മൂലകാരണം. തീരുമാനം എന്ന് പറഞ്ഞാൽ തെറ്റായ തീരുമാനം. എല്ലാം ബ്രഹ്മമാണെന്ന് തീരുമാനിക്കാതെ നാമരൂപങ്ങളെ സത്യം എന്ന് തീരുമാനിച്ച് അവയിൽ കുടുങ്ങിപ്പോകുന്നു. ദൃശ്യത്തിൻ്റെ അന്തം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഈ വിപശ്ചിത്തുകളുടെ തീരുമാനം. അത് പലകാലം ഇങ്ങനെ ഉറപ്പിച്ച് അതിനെ തന്നെ ചിന്തിച്ച് എങ്ങനെയെങ്കിലും ഈ ആഗ്രഹം സഫലമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അഗ്നിദേവനെ തപസ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് വരപ്രസാദം നേടി പ്രപഞ്ചത്തിൻ്റെ അന്ത്യം അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ അന്ത്യം കാണാനായി പുറപ്പെട്ടു. ഈ ദൃശ്യത്തിന് അന്തമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഭ്രമത്തിന് അവസാനം എന്ന് പറയുന്നത് അധിഷ്ഠാനത്തെ കണ്ടെത്തുന്നതാണ്. അല്ലാതെ ഈ ഭ്രമം അവസാനിക്കില്ല. ഒരാൾ സ്വപ്നം കാണുന്നു, ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ പല സ്വപ്നങ്ങളിലായി സഞ്ചരിക്കുന്ന ഒരാളുടെ ആ സ്വപ്ന സഞ്ചാരത്തിന് എപ്പോഴാണ് അറുതി വരിക എന്ന് ചോദിച്ചാൽ അയാൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ. ഉണർന്നെഴുന്നേറ്റാലല്ലാതെ സ്വപ്നങ്ങൾ അവസാനിക്കുകയില്ല. ഇവർ അവിദ്യയുടെ അന്തം കാണാനാണ് ശ്രമിച്ചത്. അവിദ്യ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് അവിദ്യാനാശത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഈ വിപശ്ചിത്തുകൾക്ക് അവരുടെ ലക്ഷ്യം കണ്ടെത്താനും കഴിഞ്ഞില്ല. അവരുടെ യാത്ര അവസാനിച്ചുമില്ല. ഇങ്ങനെ അനന്തമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് തൃപ്തി വന്നില്ല. കാരണം അവരുടെ ഉദ്ദേശ്യം സഫലമായില്ല. എന്തുകൊണ്ട് അവരുടെ യാത്ര അവസാനിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്തോനൈവാസ്ത്യവിദ്യായാഹ, അവിദ്യയ്ക്ക് അന്തമില്ല. അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അജ്ഞത, ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥ. അതിന് അന്തമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അന്തം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാഹി ബ്രഹ്മൈവ സത്യത. സത്യം പറയുകയാണെങ്കിൽ ഈ അവിദ്യയായി പ്രകാശിക്കുന്നതും ആത്മാവ് തന്നെ. ആത്മാവിനെ മറച്ചതായി തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭ്രമമുണ്ടാക്കുന്ന ഒരു ആവരണമാണ് ഈ അവിദ്യ. ആ അവിദ്യ ആത്മാവിൽ നിന്ന് തന്നെ പൊന്തിയതാണ്. സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലം നീരാവിയായി മുകളിലേക്കുയർന്ന് ആ സൂര്യബിംബത്തെ തന്നെ എങ്ങനെ മറയ്ക്കുന്നുവോ അതുപോലെ ആത്മാവിൽ നിന്ന് അനിർവചനീയമായ ഒരു ശക്തി ഉദ്ഭവിച്ച്, അതാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്. ആ അവിദ്യ തൻ്റെ അധിഷ്ഠാനമായ ആത്മാവിനെ തന്നെ മറച്ചതുപോലെ തോന്നുന്നു. മറച്ചു എന്ന് ഒരിക്കലും വേദാന്തം പറയുന്നില്ല. അനന്തമായ ആത്മതത്വത്തെ മറയ്ക്കാൻ അവിദ്യയ്ക്ക് സാധ്യമല്ല. അവിദ്യ ഇല്ലാത്തതാണ്. ഇല്ലാത്തത് ഉള്ളതിനെ മറയ്ക്കുകയില്ല. ഉള്ളതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇല്ലാത്തത് ധൈര്യപ്പെടുകയില്ല. പിന്നെ എങ്ങനെയാണ് ഉള്ളതിനത് മറയ്ക്കുക? ഏഴയലത്ത് പോലും വരില്ല. പക്ഷേ ആത്മാവിനെ നാം അറിയുന്നില്ല. അതുകൊണ്ട് ഒരു മറയുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ ആ അവിദ്യാമറയും ആത്മാവിൻ്റെ തന്നെ ഒരു പ്രകടനമാണ്. അത് ആത്മാവ് തന്നെയാണ്. സത്തിൻ്റെ സ്വഭാവമാണത്. പരമാത്മാവ് എന്നും ഇങ്ങനെ ഒരു അനിർവചനീയമായ ശക്തി കൊണ്ട് തന്നെ മറയ്ക്കുന്നു. അത് ആത്മാവ് ചെയ്യുന്ന ഒരു കർമ്മമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആത്മാവ് ഈ അവിദ്യയെ അറിയുന്നേയില്ല. പക്ഷേ ഈ അവിദ്യാശക്തിയുടെ ഉദ്ഭവം, സ്രോതസ്സ്, അധിഷ്ഠാനം എന്ന് പറയുന്നത് ഈ ആത്മാവായതുകൊണ്ട് അതിൽ നിന്ന് പൊന്തിയ ഒരു ശക്തി അതിനെ മറയ്ക്കുന്നു എന്ന് പറയേണ്ടി വരും. വാസ്തവത്തിൽ ആത്മാവിനെ ഒന്നും മറയ്ക്കുന്നില്ല. നാം
ആത്മാവിനെ അറിയാതിരിക്കുന്ന ഒരവസ്ഥ സംജാതമായി. ആ അവസ്ഥയെ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് വേദാന്തികൾ വിളിച്ചു. വസ്തുതോ നാസ്ത്യവിദ്യേഹ ബ്രഹ്മണ്യവികലാത്മനി ഇദം ദൃശ്യമവിദ്യേയം ഇത്യാത്മൈഷ വികാസിതഃ. വസ്തുതോ നാസ്ത്യവിദ്യേഹ, ഇവിടെ വാസ്തവത്തിൽ അവിദ്യ എന്നൊന്നില്ല. ബ്രഹ്മണി അവികലാത്മനി, യാതൊരു വൈകല്യവുമില്ലാതെ പരിപൂർണമായി വിലസുന്ന പരമാത്മതത്വത്തിൽ വാസ്തവത്തിൽ അവിദ്യ എന്ന ഒന്ന് ഉണ്ടാവാൻ പറ്റില്ല. ഇദം ദൃശ്യം അവിദ്യേയം. പിന്നെ എന്താണ് ഈ അവിദ്യ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ദൃശ്യം സത്യമാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിദ്യ. ആത്മാവാണ് ദൃശ്യമായി കാണപ്പെടുന്നത് എന്നറിഞ്ഞാൽ അത് ജ്ഞാനം. ആത്മാവിനെ അറിയാതെ ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സത്യമാണ് എന്ന് കരുതി ഒരാൾ ഭ്രമിക്കുന്ന അവസ്ഥയാണ് അവിദ്യ. ദൃശ്യം തന്നെയാണ് അവിദ്യ, അവിദ്യ തന്നെയാണ് ബന്ധം. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ അവിദ്യാനാശം. അവിദ്യ നശിപ്പിക്കപ്പെട്ടാൽ ദൃശ്യങ്ങൾ മാഞ്ഞു പോവില്ലേ എന്നായിരിക്കും നമ്മുടെ സംശയം. ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാണ്. ഈ 6 ഉപകരണങ്ങളിലൂടെയാണ് നാം പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ അവിദ്യ നഷ്ടമായാൽ ഈ പ്രപഞ്ചാനുഭവം നഷ്ടമാകണ്ടേ എന്നൊരു സംശയം തോന്നാം. പ്രപഞ്ചാനുഭവം അല്ല നഷ്ടമാകുന്നത്, പ്രപഞ്ചം സത്യമാണെന്ന തെറ്റിദ്ധാരണയാണ് ഇല്ലാതാവുന്നത്. അല്ലെങ്കിൽ ആത്മാവാണ് ഈ കാണുന്ന എല്ലാമായി പരിലസിക്കുന്നത് എന്ന അറിവാണ് ഒരാളുടെ ഉള്ളിൽ ഉദിക്കുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചം മാഞ്ഞു പോകും എന്ന് കരുതാൻ നിർവാഹമില്ല. കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും ഈ 6 എണ്ണത്തിലൂടെ നാം പുറമേ നോക്കുമ്പോൾ ഉള്ളതുപോലെ തോന്നുന്നതാണ് ഈ നാമരൂപങ്ങൾ. ആ നാമരൂപങ്ങൾ സത്യമാണ് എന്ന് അവിദ്യയുള്ളപ്പോൾ ഒരു വ്യക്തി കരുതും. അവിദ്യ വിദ്യയിലൂടെ അല്ലെങ്കിൽ ജ്ഞാനത്തിലൂടെ നഷ്ടമായാൽ നാമരൂപങ്ങൾ കള്ളമാണ്, നാമരൂപങ്ങൾക്ക് അധിഷ്ഠാനമായ ഒരു പരബ്രഹ്മം മാത്രമേ ഇവിടെ വാസ്തവത്തിലുള്ളൂ എന്ന കാര്യം പിടികിട്ടും. അതോടെ പ്രപഞ്ചത്തിൻ്റെ സത്യത്വം അയാളുടെ ഉള്ളിൽ നിന്ന് നീങ്ങുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം സത്യമാണ് എന്ന ധാരണ നീങ്ങിയാൽ പിന്നെ വിഷയങ്ങളിൽ വ്യാമോഹമില്ല. വിഷയങ്ങളിൽ വ്യാമോഹമില്ലെങ്കിൽ അയാൾ ബന്ധങ്ങളെയെല്ലാം അതിവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അവിദ്യയാണ് വാസ്തവത്തിൽ നഷ്ടമാകേണ്ടത്. ഇതം ദൃശ്യം അവിദ്യേയം ഇത്യാത്മൈവ വികാസിതഃ. ആത്മാവ് തന്നെ അവിദ്യാരൂപത്തിൽ പ്രകടമാകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് കാരണമില്ല. ആത്മാവിനെ അറിയാതിരിക്കുമ്പോൾ അവിദ്യ ഉള്ളതുപോലെ തോന്നുന്നു. ആത്മാവിനെ അറിയുന്നതാണ് അവിദ്യാനാശമെന്ന് പറയുന്നത്. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ വഴിമാറിത്തരും. പിന്നെ ഈ നാമരൂപങ്ങൾക്ക് ഒരിക്കലും സത്യത്വം ഉണ്ടാവില്ല. സത്തിൻ്റെ സ്വഭാവമാണ് വാസ്തവത്തിൽ ഈ അവിദ്യ എന്ന് പറയുന്നത്. സത്തിൻ്റെ സ്വഭാവം സത്ത്, ചിത്ത്, ആനന്ദം, അറിവ്, ബോധം, അതാണല്ലോ സത്തിൻ്റെ സ്വഭാവം. എന്നാലും ഈ അവിദ്യയായും പ്രകാശിക്കുന്നത് അത് തന്നെയാണ്. 2 തരത്തിലുള്ള പ്രകടനം. ശ്രീനാരായണ ഗുരുദേവൻ അതിനെ പറയുന്നത് പര അന്യ എന്നാണ്. അന്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് സത്യമാണ്, താനല്ലാത്ത മറ്റൊന്നുകൂടെ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ, അത് തന്നെയാണ് അജ്ഞാനം. അതിനെ തന്നെയാണ് അന്യ എന്ന് പറയുന്നത്. ആ അന്യയെ പരയുടെ സഹായത്തോടു കൂടി നശിപ്പിക്കണം. പര എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണെന്നുള്ള അറിവ്. അതിലൂടെയാണ് ഈ അവിദ്യ നശിപ്പിക്കപ്പെടേണ്ടത്. ആ പരയുടെ പാല് ഒരു വ്യക്തി നുകരണം. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ
അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. ദേശകാലങ്ങൾ അവിദ്യാമണ്ഡലത്തിലാണ്. ആത്മാവിനെ അറിയാത്തവർക്ക് ദേശവും കാലവും സത്യമെന്ന പോലെ തോന്നും. ആ ദേശകാലങ്ങളുടെ ഉള്ളിലാണ് സകല പ്രപഞ്ചാനുഭവങ്ങളും. അപ്പോൾ ആ പ്രപഞ്ചാനുഭവങ്ങളുടെ വാസ്തവികത നഷ്ടമാകണമെങ്കിൽ പരയുടെ പാല് നുകർന്നേ പറ്റൂ. പരയുടെ പാല് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനം നേടിയാലേ പലത് സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങുകയുള്ളൂ. ജഗത്തിനെ സത്യമെന്ന് കരുതി ഭ്രമിക്കുന്ന അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ അവിദ്യ. ആ അവിദ്യ സത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സത്യത സത്യസ്വഭാവ പര്യാലോചിതശ്ചേത് സാ ബ്രഹ്മൈവ. ഈ അവിദ്യ ആത്മാവിനെ മറയ്ക്കുന്നു. ആ അവിദ്യ എന്താണെന്ന് വിശകലനം ചെയ്യുമ്പോൾ ആ അവിദ്യ ബ്രഹ്മം തന്നെയാണെന്ന് ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. യദ്യഥാ ജാഗ്രതി സ്വപ്നേ ദൃഷ്ടം ദ്രക്ഷ്യസി പശ്യസി തത്തഥാ ബ്രഹ്മ സച്ഛാന്തമാസീദസ്തി ഭവിഷ്യതി. ജാഗ്രത്തിൽ നാം അനുഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ജാഗ്രത അനുഭവമാണ് ഈ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ അനുഭവം. ആ ജാഗ്രത്തിൽ അനുഭവിക്കുന്നതിൻ്റെ തുടർച്ചയാണ് നാം സ്വപ്നത്തിലും അനുഭവിക്കുന്നത്. ജാഗ്രത്തിൽ കണ്ടതിനെ സ്വപ്നത്തിൽ കാണും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നു. തഥാ ബ്രഹ്മ സച്ഛാന്തമാസീദസ്തി ഭവിഷ്യതി. ഈ ജാഗ്രത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത്തിലും സ്വപ്നത്തിലും ബ്രഹ്മത്തെ തന്നെയാണ് കാണുന്നത്. ബ്രഹ്മമാണെന്ന് കാണാൻ കഴിയുന്നില്ല, നാമരൂപങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. യത് ബ്രഹ്മ ജാഗ്രതി സ്വപ്നേ ച യഥാ യാദൃശ വാസനോദ്ഭവേന പ്രാദൃഷ്ടം സാമ്പ്രതം പശ്യസ്യഗ്രേപി ദ്രക്ഷ്യസേ തദ് ബ്രഹ്മ തഥൈവ ആസീദസ്തി ഭവിഷ്യതി ച. ബ്രഹ്മമാണ് ജാഗ്രത്തിലെ ലോകമായി പ്രകാശിക്കുന്നത്. അത് തന്നെയാണ് സ്വപ്നലോകത്തിൻ്റെ രൂപവും കൈക്കൊള്ളുന്നത്. നമ്മുടെ വാസനയ്ക്ക് അനുരൂപമായ അനുഭവമാണ് നമുക്കുണ്ടാവുക. യാദൃശ വാസനോദ്ഭവേന, ഒന്നിനെ കാണുമ്പോൾ അത് സത്യമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ വാസന നമ്മളറിയാതെ ഉള്ളിൽ രൂപപ്പെടുന്നു. അത് സ്വപ്നത്തിൽ വീണ്ടും പൊന്തി വരുന്നു. ഈ ജാഗ്രത്തിലെ അനുഭവങ്ങളാണ് സ്വപ്നാനുഭവങ്ങളെ തീരുമാനിക്കുന്നത്. ജാഗ്രത്തിൽ ദുഃഖവും ഭയവുമാണ് ഒരാളുടെ അനുഭവമെങ്കിൽ അത് തന്നെ അയാളുടെ സ്വപ്നാനുഭവത്തിലും തുടർന്ന് നിലനിൽക്കും. അപ്പോൾ ജാഗ്രത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് മാത്രമേ സ്വപ്നത്തെ കരുതേണ്ടതുള്ളൂ. അപ്പോൾ പണ്ട് കണ്ടത്, പണ്ട് അനുഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളായി ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞവരാണ് ഓരോ ജീവന്മാരും. അവർ പണ്ട് കണ്ടതിനെ തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് നാമരൂപങ്ങളെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അവ സത്യമാണ് എന്നവർ ഭ്രമിക്കുകയും ചെയ്തു. അതേ അനുഭവം ഇപ്പോഴും തുടരുന്നു. ഇതിലെന്താ ആശ്ചര്യം? മരിച്ചതുകൊണ്ട് വാസനാനാശം സംഭവിക്കില്ല. വാസനാനാശം ബോധപൂർവമായി തത്വവിചാരത്തിലൂടെ ഓരോ വ്യക്തിയും നേടിയെടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ മരിച്ചതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. മരിച്ചാൽ വേറൊരു സ്വപ്നം കാണാൻ തുടങ്ങും. ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്ക് കടക്കുന്നത് പോലെയേ ഉള്ളൂ ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് കടക്കുക എന്നുള്ളത്. അപ്പോൾ നാം നേരത്തെ കണ്ടതിനെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇനി മേലും ഇതൊക്കെ തന്നെയാവും നാം അനുഭവിക്കാൻ പോകുന്നത്. പക്ഷേ അതെല്ലാം ബ്രഹ്മമാണ് എന്നറിയുന്നില്ല. ആ അറിവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുനർജന്മ പരമ്പരയെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. തദ് ബ്രഹ്മ തഥൈവ ആസീദസ്തി ഭവിഷ്യതി ച. ഈ ബ്രഹ്മം പണ്ടെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും.
ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഭാവിയിലും. അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിനെ അറിയാതിരിക്കുമ്പോൾ പലതരം മായാദൃശ്യങ്ങൾ സത്യമെന്ന പോലെ നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അതൊന്നും വാസ്തവമല്ല. അവിദ്യയുടെ പ്രകടനമാണ് ഈ പ്രപഞ്ചം. ഈ അവിദ്യ എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്, മനസ്സിലെ വാസനകൾ തന്നെയാണ്. വാസനകൾ നശിപ്പിക്കപ്പെടാതെ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് അറിയാൻ സാധ്യമല്ല. ഘനതമഃ പ്രവിലോകനചക്രകം ക്രമജഗത് പ്രതിഭാനമിദം മഹത് പരതയാ പ്രതിഭാത്മതയാനയാ നചത് സദംഗ നവാപ്യസദാകൃതി. ഘനതമഃ പ്രവിലോകനചക്രകം. നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോഴാണ് പല നാമരൂപങ്ങളെയും കാണുന്നത്. കണ്ണടച്ചാൽ ഇരുട്ടായിരിക്കും അനുഭവം. പക്ഷേ ഇരുട്ടെന്ന് പറഞ്ഞാൽ കൂരിരുട്ടല്ല. ആ ഇരുട്ടിൽ എന്തൊക്കെയോ ദൃശ്യങ്ങൾ, ഇങ്ങനെ അവ്യക്തമായ ദൃശ്യങ്ങൾ പൊന്തി മറയുന്നത് പോലെ തോന്നും. ഇരുട്ടിലുള്ള ചില ചക്രങ്ങൾ പോലെ, ചില വളയങ്ങൾ, വൃത്താകൃതിയിലുള്ള എന്തോ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പലർക്കും അങ്ങനെയാണ് തോന്നുന്നത്. ചിലർക്ക് പല നിറങ്ങളായിരിക്കും കാണാൻ കഴിയുക, ചിലർക്ക് സമചതുരം, ത്രികോണം, ഇങ്ങനെ എന്തൊക്കെയോ അവ്യക്തമായ രൂപങ്ങൾ ഉള്ളിൽ പൊന്തി വരും. അപ്പോൾ കണ്ണ് അടച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. കണ്ണ് തുറന്നാൽ പ്രശ്നമാണ് എന്ന് വിചാരിച്ചാണ് നമ്മൾ കണ്ണടയ്ക്കുന്നത്. കണ്ണടയ്ക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നതിനേക്കാളും ഗംഭീരമായ അനുഭവങ്ങൾ ഉള്ളിൽ തെളിയുന്നു. ഈ ദൃശ്യങ്ങളെ എങ്ങനെയാണ് ഒഴിച്ചു മാറ്റേണ്ടത്? തത്വവിചാരത്തിലൂടെ. ദൃശ്യം നാസ്തീതി ബോധേന മനസോ ദൃശ്യമാർജനം സമ്പന്നം ചേത് തതുത്പന്ന പരാനിർവാണ നിർവൃതി. വസിഷ്ഠ മഹർഷി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ കാര്യം. ദൃശ്യം നാസ്തീതി ബോധേന, ഞാൻ ദൃശ്യങ്ങളെ കാണുന്നുണ്ടെങ്കിലും ഇവ അവിദ്യാകാര്യങ്ങളാണ്, ഇവയൊന്നും വാസ്തവമല്ല, ഇത് ഭ്രമമാണ് എന്ന് നിശ്ചയിക്കുന്നതിലൂടെ. ദൃശ്യം നാസ്തീതി ബോധേന എന്താണ്? അല്ല, മനസ്സോ ചിത്തമാർജനം. മനസ്സിൽ നിന്ന് ദൃശ്യങ്ങളെ തുടച്ചു കളയണം. പുറമേയുള്ള ദൃശ്യങ്ങളെ നശിപ്പിച്ചത് കൊണ്ട് രക്ഷപ്പെടില്ല. ഈ ദൃശ്യങ്ങളുടെ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ദൃശ്യമൊക്കെ സത്യമാണ് എന്നാണല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത്. ഈ സംസ്കാരം, ഈ വാസന മനസ്സിൽ അടിഞ്ഞുകൂടും. ആ വാസന ഉള്ളിൽ പല ദൃശ്യങ്ങളെയും പൊന്തിച്ചു കാണിക്കും. അപ്പോൾ മനസ്സിൽ നിന്നാണ് ദൃശ്യങ്ങൾ മാർജനം ചെയ്യപ്പെടേണ്ടത്, തുടച്ചു നീക്കപ്പെടേണ്ടത്. അങ്ങനെ മനസ്സിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ നീങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ മനസ്സ് ദൃശ്യത്തെ സത്യമായി കരുതാതിരുന്നാൽ, ദൃശ്യങ്ങൾ കണ്ടോട്ടെ, ആ ദൃശ്യങ്ങൾക്ക് മനസ്സ് സത്യത്വം കൽപ്പിക്കാതിരിക്കുമെങ്കിൽ സമ്പന്നം ചേത്തതുത്പന്ന പരാനിർവാണ നിർവൃതി. ആ അവസ്ഥ തന്നെയാണ് പരമമായ നിർവാണസ്ഥിതി അഥവാ മോക്ഷം. ദൃശ്യങ്ങൾ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ. ദൃശ്യങ്ങൾ ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുക എന്നല്ല അർത്ഥം. ദൃശ്യങ്ങളെ കാണുമ്പോഴും അവ ഇല്ലാത്തവയാണ് എന്നുള്ള നിശ്ചയം, ഉറപ്പ്, അതെങ്ങനെ നേടും? തത്വവിചാരത്തിലൂടെ നേടും. തത്വവിചാരം ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ബാഹ്യപ്രപഞ്ചം കാണപ്പെട്ടാലും ഇല്ലാത്തതാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുക. മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇന്ദ്രിയ മനസ്സുകൾ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളിൽ അവർ കുടുങ്ങിപ്പോകും. അവയൊക്കെ സത്യമാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ തത്വവിചാരത്തിലൂടെ മാത്രമേ ഈ ദൃശ്യമാർജനം സാധ്യമാകും. ഘനതമഃ പ്രവിലോകന ചക്രകം. കണ്ണടച്ചാൽ പല ചക്രങ്ങളും പല വളയങ്ങളും ഇങ്ങനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായി തോന്നും. മുമ്പിലെന്ന് പറഞ്ഞാൽ ഉള്ളിലെന്നർത്ഥം. ക്രമജഗത് പ്രതിഭാനമിതം മഹത്. ക്രമജഗത്ത് എന്ന് പറഞ്ഞാൽ ക്രമമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് ഈ പ്രപഞ്ചം. ആദ്യം അവ്യാകൃതം, അതിൽ നിന്ന് മഹത്തത്വം, പിന്നീട്
മഹാ ത്രിഗുണങ്ങൾ, ത്രിഗുണങ്ങളിൽ നിന്ന് പഞ്ചതന്മാത്രകൾ, അവയുടെ സമ്മേളനം കൊണ്ട് സ്ഥൂലഭൂതങ്ങൾ, സ്ഥൂലഭൂതങ്ങളുടെ പരസ്പര സമ്മേളനം കൊണ്ട് സ്ഥൂല ശരീരങ്ങൾ. ഇങ്ങനെ ക്രമമായിട്ട് ഈ പ്രപഞ്ചത്തെ വേദാന്തം വർണ്ണിക്കുകയാണെങ്കിലും ഇത് വെറും ഭ്രമമാണ്. ഭ്രമത്തിനകത്ത് ഒരു ക്രമം പറയുന്നു, അത്രയേ ഉള്ളൂ. ഭ്രമത്തിന് ക്രമം ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് ശഠിക്കാൻ പറ്റത്തില്ലല്ലോ. മായയാണ് എന്ന് പറഞ്ഞാൽ അതിന് ക്രമം, ഒന്നിൽ നിന്ന് മറ്റൊന്ന്, അതിൽ നിന്ന് വേറൊന്ന്, അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മായ ക്രമമായി വികസിക്കുന്നു. പക്ഷേ അത് മായ തന്നെയാണ്, ഇല്ലാത്തത് തന്നെയാണ്. പരതയാ പ്രതിഭാത്മതയാനയാ നച സദംഗ നവാപ്യസദാകൃതി. ഈ പ്രപഞ്ചം സത്യമോ മിഥ്യയോ? ഈ ചോദ്യത്തിന് നിഷ്കൃഷ്ടമായ ഒരു ഉത്തരം നൽകാൻ സാധ്യമല്ല. പ്രപഞ്ചം സത്യമോ മിഥ്യയോ? അത് പ്രപഞ്ചത്തിൽ അധിഷ്ഠിതമല്ല, പ്രപഞ്ചത്തെ ആശ്രയിച്ചുള്ളതല്ല. പ്രപഞ്ചത്തെ ആരനുഭവിക്കുന്നുവോ ആ വ്യക്തിയെ ആശ്രയിച്ചാണ് അത് ഉള്ളതോ ഇല്ലാത്തതോ ആയി മാറുന്നത്. ഇത് പറഞ്ഞ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. ജ്ഞാനിക്ക് പ്രപഞ്ചം മിഥ്യ, അജ്ഞാനിക്ക് പ്രപഞ്ചം പരമസത്യം. രണ്ടുപേരും ഒരേ പ്രപഞ്ചത്തെയാണ് രണ്ട് തരത്തിൽ വിശകലനം ചെയ്ത് തീരുമാനിക്കുന്നത്. അജ്ഞാനി വിശകലനം ചെയ്യാതെ സത്യമെന്ന് തീരുമാനിക്കുന്നു, ജ്ഞാനി വിശകലനത്തിലൂടെ ഇതിൻ്റെ മിഥ്യാത്വത്തെ ഉറപ്പിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള ഒന്ന് സത്യമോ മിഥ്യയോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. നിങ്ങളതിനെ സത്യമെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കത് സത്യം, നിങ്ങളതിനെ മിഥ്യയായിട്ട് കരുതിയാൽ അത് നിങ്ങളെ സംബന്ധിച്ച് മിഥ്യയുമാണ്. അതായത് വസ്തുഅധിഷ്ഠിതമല്ല ഈ മിഥ്യാത്വം, വ്യക്തിയധിഷ്ഠിതമാണ് എന്നർത്ഥം. ആരാണോ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് അയാളുടെ കാഴ്ചപ്പാടെന്ത്, അതിനെ ആശ്രയിച്ച് ഈ പ്രപഞ്ചം സത്യമോ മിഥ്യയോ പോലെ തോന്നാം. പ്രപഞ്ചം വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ്. അജ്ഞാനിക്ക് ആത്മാനുഭവം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം സത്യമെന്ന പോലെ കാണപ്പെടുന്നു. ജ്ഞാനി ആത്മാനുഭവം നേടിയതുകൊണ്ട് ഇത് കണ്ടാലും ഇല്ലാത്തതാണ് എന്ന് അദ്ദേഹം അനായാസം തീരുമാനിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചം സത്യമോ മിഥ്യയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അജ്ഞാനികളെ സംബന്ധിച്ച് സത്യം, ജ്ഞാനികളെ സംബന്ധിച്ച് മിഥ്യ. അതുകൊണ്ട് ഇത് കാണുന്നവൻ്റെ തീരുമാനമാണ്. കാണുന്നവൻ എങ്ങനെ തീരുമാനിക്കുന്നു? ഇങ്ങനെ കാണുന്നവൻ്റെ തീരുമാനത്തിനനുസരിച്ച് സത്യമോ മിഥ്യയോ ആയി കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തെയാണ് വേദാന്ത ശാസ്ത്രം അനിർവചനീയം എന്ന് പറയുന്നത്. അൺഡിഫൈൻഡ്. നമുക്കിതിനെ നിർവചിക്കാൻ സാധ്യമല്ല. സത്യമാണെങ്കിൽ എല്ലാവർക്കും സത്യമായി അനുഭവപ്പെടണം, മിഥ്യയാണെങ്കിൽ ആരും തന്നെ ഈ പ്രപഞ്ചത്തെ സത്യമായി കരുതരുത്. പക്ഷേ ഒരു കൂട്ടർ സത്യമെന്നും മറ്റൊരു കൂട്ടർ മിഥ്യയെന്നും കരുതുന്നത് കൊണ്ട് ഇത് സത്യമോ മിഥ്യയോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് വേദാന്തം പറയുന്നത്. അതിനെ തന്നെയാണ് അനിർവചനീയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനം കൂടെ നമുക്ക് വായിക്കാം. അതയേ വേദം ജഗത് സദസദ്വിലക്ഷണം അനിർവചനീയമേവേത്യാഹ. സത്തുമല്ല അസത്തുമല്ല. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം, ഉള്ളത്. അസത്ത് എന്ന് പറഞ്ഞാൽ അപ്പാടെ ഇല്ലാത്തത്, കള്ളമെന്നർത്ഥം. ഈ മിഥ്യ സത്തിൻ്റെയും അസത്തിൻ്റെയും നടുക്കാണ്. അധിഷ്ഠാന സത്യത്തെ അറിയാതിരിക്കുമ്പോൾ സത്യമെന്ന പോലെയും അധിഷ്ഠാന സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മിഥ്യയായി പോകുന്നതുമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഇത് സദസത് വിലക്ഷണമാണ്. ഇത് സത്തുമല്ല അസത്തുമല്ല. ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ തീരുമാനിക്കാൻ പറ്റില്ല ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള ഒന്നാണ്. അതുകൊണ്ട് അത് അനിർവചനീയമാണ് എന്ന് വേദാന്തികൾ പ്രഖ്യാപിക്കുന്നു. ഘനതമയിതി ഇതം ആസീദസ്തി ഭവിഷ്യതീതി ക്രമയുക്തം
ജഗത്പ്രതിഭാനം ഘനം തമഃ അവിദ്യാമാത്രമേവ പ്രമിലീതയോർവിലോചനയോസ്തൈമിരികം ചക്രകമിവ മഹദ്ഭാതി. ഈ പ്രപഞ്ചം പണ്ടേ ഉള്ളതാണ്. പക്ഷേ പണ്ടുണ്ടായിരുന്ന പ്രപഞ്ചമല്ല ഇപ്പോൾ. ഒരു 10,000-ഓ ലക്ഷമോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന പലതും കുറേ ആണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ ശതാബ്ദങ്ങൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ ശേഷം ഉണ്ടാവില്ല. ഇങ്ങനെ സദാ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ നമുക്ക് മാറ്റമില്ലാത്തതാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ, ഇത് ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ഇനിയും ഉണ്ടാകും എന്ന് ക്രമമായി ഈ പ്രപഞ്ചത്തെ മനുഷ്യർ അനുഭവിക്കുന്നു. അത് കട്ടിപിടിച്ച ഇരുട്ടാണ്. ഇരുട്ടിൽ നിന്ന് പൊന്തിയതാണ് ഈ പ്രപഞ്ചം. ഏതിരുട്ട്? ഓരോ ജീവൻ്റെയും ബുദ്ധിയുടെ ഉള്ളിലുള്ള അവിദ്യയാകുന്ന ഇരുട്ട്, അവിദ്യാതമസ്. അത് ഇരുട്ട് പോലെയാണ്. ഇരുട്ടാണെങ്കിൽ ഒന്നും കാണാതാവണ്ടേ? അല്ല, ഇരുട്ടിലാണ് പലതും കാണപ്പെടുന്നത്. ഭൂതപ്രേതാദികളെല്ലാം ഇരുട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇരുട്ടിൽ ഒന്നും കാണില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. പ്രകാശം ഇല്ലാതാകുമ്പോഴാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാണപ്പെടുന്നതിനേക്കാളും കൂടുതൽ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അതൊക്കെ മനസ്സിൻ്റെ വിഭ്രമങ്ങളാണ്. ഇത് കട്ടിപിടിച്ച് തമസ്സാണ് എന്നാണ് പറയുന്നത്. അവിദ്യ, അജ്ഞാനം. അതെവിടെയാണ് ആ ഇരുട്ട്? ഹൃദയത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിലാണ്. മനുഷ്യ ബുദ്ധിയിലാണ് ഈ തമസ്, അവിദ്യ ഒരു ആവരണ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അവിദ്യാമാത്രമേവ, ഇത് അവിദ്യ തന്നെയാണ്. പ്രമിലീതയോർ വിലോചനയോഹോ തൈമിരികം ചക്രകമിവ. നാം കണ്ണുകൾ അടച്ചാൽ ഇരുട്ടിൻ്റെ നടുക്ക് ചില ചക്രങ്ങൾ അല്ലെങ്കിൽ ചില വളയങ്ങൾ ഉള്ളതുപോലെ തോന്നും. അത് ഈ ഇരുട്ടല്ലാതെ മറ്റൊന്നുമില്ല. ഇരുട്ടിൻ്റെ അകത്ത് കാണപ്പെടുന്നത് ഇരുട്ടല്ലാതെ വേറെ എന്താവും? പൂർണ്ണമായ ഇരുട്ടാണെങ്കിൽ ഒന്നിനെയും കാണാൻ പറ്റരുത്. ഇരുട്ടിൽ പലതിനെയും നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇരുട്ടാവാനേ തരമുള്ളൂ. ഇങ്ങനെ അവിദ്യ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് സൂര്യചന്ദ്രാദി പ്രകാശഗോളങ്ങൾ നിറഞ്ഞ ഈ ബാഹ്യപ്രപഞ്ചം. ഇതിൻ്റെ രഹസ്യം, ഇതിൻ്റെ തായ്വേര് കാണുന്നവൻ്റെ ഉള്ളിലാണ്. ദ്രഷ്ടാവിൻ്റെ ഉള്ളിലുള്ള അവിദ്യയാണ് ഇതിനെയൊക്കെ സത്യമാക്കി തീർക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഇവിടെ വാസ്തവത്തിൽ ഇരിപ്പില്ല. ഒന്നുമില്ല രമേശ്. ഇത് എത്ര പ്രാവശ്യം ഞാൻ പറയണം? ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞതാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുമ്മാ പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ ഒന്നുമില്ല എന്ന് തന്നെ ആയിരിക്കണം സാർ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചിട്ടില്ല ഈ ഒന്നുമില്ല എന്ന് സാറ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ ഒന്നുമില്ല എന്നാണോ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ മിക്കവാറും ഒക്കെ ഇല്ലാത്തതാണ്? അങ്ങനെയല്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് തന്നെ. ആ മലയാള വാക്യത്തിന് വേറെ അർത്ഥം കൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ്. എന്തോ ചിലതുണ്ട് എങ്കിൽ നമ്മൾ ഒന്നുമില്ല എന്ന് പറയില്ല. അപ്പോൾ ഒന്നുമില്ല എന്ന് ബാലകൃഷ്ണൻ നായർ സാറിനെ പോലെയുള്ള മഹാത്മാക്കൾ പറയുമ്പോൾ അതിനെ വാച്യാർത്ഥത്തിൽ തന്നെ സ്വീകരിക്കണം. അതിൻ്റെ ലക്ഷ്യാർത്ഥമൊന്നും എടുക്കരുത്. ആ വാക്കുകളിൽ എന്താണോ നേരിട്ടുള്ള ഒരർത്ഥം, ഒരു ഡയറക്റ്റ് മീനിങ്, അതിനെ അപ്പടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ അദ്ദേഹം എന്തോ ഇങ്ങനെ പറഞ്ഞു, അത് വെറുതെ പറഞ്ഞതാണ് ഒരു തമാശയ്ക്ക് വേണ്ടി എന്ന് കരുതി നമ്മൾ അതിനെ നിസ്സാരമായി പരിഗണിക്കും. അപ്പോൾ കണ്ണടച്ചാൽ ഉള്ളിലുള്ള ഇരുട്ട് ചക്രം പോലെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ചക്രങ്ങൾ, വലിയ വളയങ്ങൾ ഇങ്ങനെ അകത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ഉള്ളിലേക്കും വരുന്ന ഇങ്ങനെ ഒരു ചക്രങ്ങളുടെ ഒരു പരമ്പര ഉള്ളിൽ കാണാൻ കഴിയും. ചിലർക്ക് പല നിറങ്ങളുമായിരിക്കും. അത് ഭ്രമം തന്നെയാണ്. തച്ച പരശ്ചിന്മാത്രാത്മാ
തത്തയാ ന സത് പ്രതിഭാത്മതയാ അനയാ അജ്ഞദൃഷ്ടിപ്രസിദ്ധയാ തു ന അസദാകൃതി. ഈ അവിദ്യ പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവ് ആയതുകൊണ്ട് ഈ അവിദ്യയെ ഇല്ലാത്തതാണ്. അതിന് സത്യമാണ് എന്ന് കരുതാൻ പറ്റില്ല. കാരണം ആത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഈ അവിദ്യയും ആത്മാവാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്മാവിന് മാത്രമേ സത്യത്വമുള്ളൂ. അതുകൊണ്ട് ഈ അവിദ്യ സത്യമല്ല. പ്രതിഭ മാത്രമാണ്. പ്രതിഭ എന്ന് പറഞ്ഞാൽ സങ്കല്പം, വെറുതെ ഉള്ളതുപോലെ തോന്നുന്നു. എന്നാൽ ഈ അവിദ്യയാണ് പ്രപഞ്ചത്തിന് സത്യത്വം പകരുന്നത്. അനയാ അജ്ഞദൃഷ്ടി പ്രസിദ്ധയാതു. അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ ഈ അവിദ്യ സത്യമാണ്. അവിദ്യ കൊണ്ടുണ്ടാകുന്ന പ്രപഞ്ചവും അവരെ സംബന്ധിച്ച് സത്യമാണ്. അങ്ങനെ അജ്ഞദൃഷ്ടികൾക്ക് അല്ലെങ്കിൽ അജ്ഞാനികൾക്ക് പ്രസിദ്ധയാണ് ഈ അവിദ്യ എന്ന് പറഞ്ഞാൽ, ആത്മാവ് എന്താണെന്ന് ഒരാളോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള അവിദ്യയെ അവർ സ്വയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തനിക്ക് ആത്മാവിനെ അറിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ അറിവില്ലായ്മ സകലരിലും വ്യക്തമായി പ്രകാശിക്കുന്നു. അപ്പോഴാണ് ഈ പ്രപഞ്ചവും സത്യമെന്ന പോലെ തോന്നുന്നത്. അജ്ഞാനികൾ വ്യക്തമായി അനുഭവിക്കുന്നതായതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അപ്പാടെ ഇല്ലാത്തതാണ് എന്നും പറയാൻ നിവൃത്തിയില്ല. ഉള്ളതാണ് എന്നോ തികച്ചും ഇല്ലാത്തതാണ് എന്നോ പറയാൻ പറ്റാത്ത ഒന്നാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഇത് അനിർവചനീയമാണ്. ആ സർഗത്തിലെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. തേഷ്വേവ തേഷ്വേവ ച തേഷു തനൂതരേഷു ബ്രഹ്മോദരേഷു ചിരദൂരതരം ജഗത്സു സോദ്യാപ്യസംവിദിത തത്വതയാ തയോച്ചൈഃ ഖണ്ഡേഷു രംഗുരിവ രാഘവം ഭ്രമീതി. രാമ, ഈ ദൃശ്യപ്രപഞ്ചത്തിന് ഒരന്തവുമില്ല. ഇത് ഒടുങ്ങാത്തതാണ്. പ്രപഞ്ചത്തിൻ്റെ അതിർത്തി കണ്ടെത്താൻ വേണ്ടി പോയവരുടെ കഥയാണ് വസിഷ്ഠ മഹർഷി രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇതിന് അതിർവരമ്പുകളില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട്? അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന ഭ്രമമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചാനുഭവം എന്നുള്ളത് തന്നെ ഒരു ഭ്രമമാണ്. ഭ്രമത്തിന് അന്തമില്ല. ഭ്രമത്തെ നശിപ്പിക്കുകയല്ലാതെ ഭ്രമം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന ജഗത്തിൻ്റെ അതിർത്തി കണ്ടെത്താൻ സാധ്യമല്ല. നിങ്ങൾ ആ അവിദ്യയെ നശിപ്പിക്കൂ, പിന്നെ ഈ പ്രപഞ്ചം ഉള്ളതായി തന്നെ തീരില്ല. ഇത് മിഥ്യയാണ് എന്ന് സ്വയം ബോധ്യപ്പെടും. ഇല്ലാത്തതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അന്തം കാണാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ഇതില്ലാത്തതാണ് എന്ന തീരുമാനത്തിലാണ് ഒരാൾ എത്തിച്ചേരേണ്ടത്. തേഷ്വേവ തേഷ്വേവ ച തേഷു തനൂതരേഷു. ഈ വിപശ്ചിത്ത് ബ്രഹ്മാണ്ടങ്ങൾ ഓരോന്നായി താണ്ടിക്കടന്നു. അവ്യാകൃതം എന്ന അവസ്ഥ, അതിനെ തുടർന്ന് മറ്റൊരു പ്രപഞ്ചത്തിൻ്റെ ആരംഭം, അവിടെ പല ദൃശ്യങ്ങളുമുണ്ട്. വീണ്ടും എല്ലാം മാഞ്ഞുപോയ അവ്യാകൃതം എന്ന അവസ്ഥ. ഇങ്ങനെ അവ്യാകൃതം വ്യക്തം അല്ലെങ്കിൽ അവ്യക്തം വ്യക്തം, ഇങ്ങനെ രണ്ട് അനുഭവങ്ങളിലൂടെ ഈ വിപശ്ചിത്ത് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ബ്രഹ്മോദരേഷു, എവിടെയാണ് ഈ വ്യക്തവും അവ്യക്തവും ഉള്ളതായിത്തീരുന്നത്? ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ അവ്യക്തത്തെ അവ്യക്തമെന്നോ വ്യക്തത്തെ വ്യക്തമെന്നോ അറിയാൻ ഒരാൾ വേണം. അത് ബ്രഹ്മമാകാനേ തരമുള്ളൂ. ബ്രഹ്മമാണ് വിപശ്ചിത്തിൻ്റെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. താൻ ബ്രഹ്മമാണ് എന്നറിയാത്തത് കൊണ്ട്, ദൃശ്യപ്രപഞ്ചത്തെ സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് ഈ ദൃശ്യം എവിടെയാണ് ഒടുങ്ങുന്നത് എന്നറിയാൻ ആ വിപശ്ചിത്ത് ശ്രമിച്ചു. അത് വിപശ്ചിത്തിൻ്റെ ഉള്ളിലെ ബോധത്തിൻ്റെ തീരുമാനമാണ്. ബോധത്തിൻ്റെ തീരുമാനമാണെങ്കിലും അത് തെറ്റായ തീരുമാനമായതുകൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചത്തിന്
അതിർവരമ്പുകൾ ഇല്ല. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഒടുങ്ങാത്ത അനേകം വിചിത്രങ്ങളായ ദൃശ്യ പരമ്പരകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അതൊക്കെ ബ്രഹ്മത്തിൻ്റെ ഉള്ളിലായിരുന്നു ഈ വിപശ്ചിത്ത് അനുഭവിച്ചത്. സോദ്യാപ്യസംവിദിത തത്വതയാ തയോച്ചൈഹി. ആ വിപശ്ചിത്ത് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രാമ. പലതരം വിചിത്രങ്ങളായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തത്വജ്ഞാനം നേടാൻ കഴിഞ്ഞില്ല. എന്താണ് തത്വജ്ഞാനം? പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞാനം നേടാത്തത് കൊണ്ട് മൂഢതയിലാണ് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം ഒരിക്കലും ഒടുങ്ങുകയുമില്ല. അദ്ദേഹം കൂടുതൽ കൂടുതൽ സങ്കീർണങ്ങളായ പല അനുഭവങ്ങളിലൂടെയും കടന്നുകൊണ്ടിരുന്നു. ഏതുപോലെ ഖണ്ഡേഷു രംഗുരിവ രാഘവ ബംഭ്രമീതി. ഖണ്ഡം എന്ന് പറഞ്ഞാൽ വനപ്രദേശങ്ങൾ, ഓരോരോ വനപ്രദേശങ്ങളിൽ. രംഗു എന്ന് പറഞ്ഞാൽ ഒരു തരം മാനാണ്. മുതുകിൽ ചാരനിറവും വെളുത്ത രോമങ്ങളോടും കൂടിയ ഒരു മാനാണ് രംഗു എന്ന് പറയുന്നത്. ഈ രംഗു അല്ലെങ്കിൽ ഒരു സാധാരണ മാൻ എന്ന് നമുക്ക് അർത്ഥം സ്വീകരിക്കാം. ആ മാൻ എങ്ങനെയാണോ വനഭൂമികളിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ തുടരെ തുടരെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്, മാനിൻ്റെ സഞ്ചാരം എങ്ങനെയാണോ അവസാനിക്കാതെ ഇരിക്കുന്നത്, അതുപോലെ ഈ വിപശ്ചിത്തിൻ്റെ പ്രപഞ്ചാന്തം തേടിയുള്ള അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. മനസ്സ് പുതിയ പുതിയ വിഭ്രമങ്ങളെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ടേയിരിക്കും. അവിദ്യയുള്ളത് കൊണ്ടാണ് ആ ദൃശ്യങ്ങളിൽ ഒരു ജീവൻ ഭ്രമിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഭ്രമത്തിൽ തന്നെ കഴിയുകയാണ് രാമ. ഈ അവസാനത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടെ വായിക്കാം. ഹേ രാഘവ, അല്ലയോ രാഘവ, സ വിപശ്ചിത്, ആ വിപശ്ചിത്ത് അദ്യാപി അസംവിദിത തത്വതയാ, ആത്മതത്വത്തെ വേണ്ടവണ്ണം അറിയാത്തതുകൊണ്ട് ഇപ്പോഴും തേഷു പൂർവദൃഷ്ടിഷ്വേവ തേഷ്വിവ തത് സദൃശേഷ്വന്യേഷു ച, നേരത്തെ അദ്ദേഹം എന്തെന്ത് കാഴ്ചകളെയാണോ കണ്ടത് അതുപോലെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ടതായിട്ടോ ഉള്ള മറ്റു പല കാഴ്ചകളെയും അനുഭവിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം ആ ഭ്രമത്തിൽ തുടരുന്നു. അയാളുടെ ദൃശ്യാനുഭവം ഒടുങ്ങുന്നില്ല, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. വാസനാമാത്രത്വാത് തനൂതരേഷു ബ്രഹ്മണാം വിരാജാമുദരേഷു പ്രസിദ്ധേഷു ജഗത്സു വനഖണ്ഡേഷു രംഗുർമൃഗവിശേഷ ഇവ ഉച്ചൈഹി സ്വവാസന ഔന്നത്യേന ബംഭ്രമീതി പുനഃപുനർഭ്രമതി. ബ്രഹ്മാവിൻ്റെ ഉദരത്തിലാണ് ഈ പ്രപഞ്ചം. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവ് സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചത്തെ. സൃഷ്ടികർത്താവ് എത്ര മഹാനോ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു അസംസ്കൃത വസ്തുവിൻ്റെയും സഹായമില്ലാതെ കേവലം സങ്കല്പം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ അനേകം ഭ്രമദൃശ്യങ്ങളുണ്ട്. അതെല്ലാം ബ്രഹ്മദേവൻ്റെ ഉദരത്തിലാണ് കാണപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ വയറ്റിലാണ്. അതൊക്കെ വാസനാമയന്മാരായ ജീവന്മാരാണ് കാണുന്നത്. ആരുടെ ഉള്ളിൽ വാസനയും അവിദ്യയും ഒക്കെ ഉണ്ടോ അവരാണ് ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മായാപ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നത്. അവർ പ്രസിദ്ധങ്ങളായ ജഗത്തുകളിൽ എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളിൽ, അങ്ങനെയാണല്ലോ ശാസ്ത്രങ്ങൾ പറയുന്നത്. 14 14,000 14 കോടിയോ ആർക്കറിയാം ഇവിടെ എത്ര ലോകമുണ്ടെന്ന്. ആ ലോകഭ്രമങ്ങളിൽ വനഖണ്ഡങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു മാനിനെ പോലെ അവനവൻ്റെ വാസനയുടെ ശക്തി കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടവനായി വീണ്ടും വീണ്ടും ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അയാളുടെ ഭ്രമത്തിന് ഒരിക്കലും അറുതി സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് 129 സർഗത്തിലേക്ക് കടക്കാം. വിപശ്ചിൻ മൃഗലാഭ എന്നാണ് ആ സർഗത്തിൻ്റെ പേര്.
ഈ അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വിപശ്ചിത്ത് ഒരു മാനായി ജനിക്കുകയാണ്. ജഡഭരതൻ മാനായി ജനിച്ചതുപോലെ. കാരണം ഈ മാൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രതീകമാണ്. മാൻ ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ സദാ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെയും മാനിനോടാണ് സാധാരണ ഉപമിക്കാറ്. കുരങ്ങനോടും ഉപമിക്കും. കുരങ്ങും അടങ്ങിയിരിക്കത്തില്ല. മാനിനേക്കാളും കുരങ്ങെന്ന് പറയുന്നതാവും കൂടുതൽ യുക്തം. ഈ സർഗം ആരംഭിക്കുന്നത് രാമൻ്റെ ഒരു അതിമനോഹരമായ ചോദ്യത്തോടു കൂടിയാണ്. രാമൻ എന്താ ചോദിക്കുന്നത്? ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ തെക്കോട്ട് പോയവൻ, വടക്കോട്ട് പോയവൻ, കിഴക്കോട്ട് പോയവൻ, പടിഞ്ഞാട്ട് പോയവൻ ഇങ്ങനെ പറയുന്നതിന് പകരം ഈ 4 വിപശ്ചിത്തുകൾക്ക് ഞാൻ 4 പേര് കണ്ടുവച്ചിട്ടുണ്ട്. തെക്കോട്ട് പോയവൻ തെക്കൻ, വടക്കോട്ട് പോയവൻ വടക്കൻ, പടിഞ്ഞാട്ട് പോയവൻ പടിഞ്ഞാറൻ, കിഴക്കോട്ട് പോയവൻ കിഴക്കൻ. അപ്പോൾ ആ ദിക്കുകളിലേക്ക് പോയ വിപശ്ചിത്തുകളെയാണ് ഈ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതുവരെ നമ്മൾ വായിച്ചതിൻ്റെ ഒരു റീക്യാപ്പ് ചുരുക്കി നോക്കാം. ഒരേ വിപശ്ചിത്ത് 4 രൂപങ്ങളായി മാറി അഗ്നിദേവൻ്റെ സഹായത്തോടു കൂടി, അനുഗ്രഹത്തോടു കൂടി. അതിൽ ഓരോരുത്തർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. കിഴക്കൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, കിഴക്കൻ ചന്ദ്രലോകത്തിലേക്ക് ചെന്ന് അവിടെ സുഖമായി ജീവിക്കുകയാണ്. പടിഞ്ഞാറോട്ട് പോയവൻ, അവൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അദ്ദേഹമാണ് സാക്ഷാത് മഹാവിഷ്ണുവിൽ നിന്ന് തത്വോപദേശം ഗ്രഹിച്ച് മുക്തനായി തീർന്നത്. ഈ 4 പേരിൽ രക്ഷപ്പെട്ടവൻ അവൻ മാത്രം. പടിഞ്ഞാറോട്ട് പോയവനാണ് രക്ഷപ്പെട്ടവൻ. അതുകൊണ്ട് നമുക്കൊക്കെ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് പോയി കളയാമെന്ന് വിചാരിക്കരുത്. അവന്മാർ ഇങ്ങോട്ട് വരുന്ന കാലമാണ്. പാശ്ചാത്യന്മാർ പൗരസ്ത്യ ദേശങ്ങളിലേക്ക് വരുന്ന കാലമാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ രക്ഷയൊന്നുമില്ല. പക്ഷേ ഈ കഥയിൽ പടിഞ്ഞാറോട്ട് പോയവനാണ് തത്വജ്ഞാനത്തിൻ്റെ സഹായത്താൽ മോക്ഷനില പ്രാപിച്ചത്. ഇനി വടക്കോട്ടേക്ക് പോയ ആളോ, വടക്കൻ്റെ കഥ ലോകാലോക പർവ്വതത്തെ പ്രാപിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് പതിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെയാണ് കൂറ്റൻ പക്ഷികൾ കൊത്തി തിന്നത്. അത് നമ്മൾ വായിച്ചു. ഇനി തെക്കോട്ട് പോയ ആളിൻ്റെ കഥ. തെക്കോട്ട് പോയ ആൾ ശാൽമലി ദ്വീപത്തിൽ ഇപ്പോഴും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞവസാനിപ്പിച്ചത്. ഇപ്പോൾ രാമൻ്റെ ചോദ്യം ഇതിൽ ആരെയൊക്കെ കുറിച്ചാണ്? മോക്ഷം നേടിയ ആളിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾ, ആ ഒരു വ്യക്തിത്വം തന്നെ ഇല്ല. അത് പരമാത്മഭാവത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് രാമൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ശ്രീരാമ ഉവാച തയോർദ്വയോർമുനിശ്രേഷ്ഠ സമ്പന്നം കിമതഃ പരം പശ്ചാത് വിപശ്ചിതോസ്തസ്യ യുദ്ധയോർവൈ വിപശ്ചിതോഃ. തയോർദ്വയോഃ മുനിശ്രേഷ്ഠ. അല്ലയോ വസിഷ്ഠ മഹർഷേ, എനിക്ക് 2 പേരുടെ കാര്യമാണ് അറിയാനുള്ളത്. അതായത് ആ 2 വ്യക്തികൾക്കും, 2 വിപശ്ചിത്തുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഏത് 2 പേർ? പശ്ചാത് വിപശ്ചിതോസ്തസ്യ പൂർവദക്ഷിണയോഹോ, കിഴക്കോട്ടും തെക്കോട്ടും പോയ 2 വിപശ്ചിത്തുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണം. കിഴക്കോട്ട് പോയാൽ ചന്ദ്രലോകത്തെത്തി എന്നാണ് പറഞ്ഞവസാനിപ്പിച്ചത്. തെക്കോട്ട് പോയാൽ ശാൽമലി ദ്വീപത്തിൽ ഇപ്പോഴും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞവസാനിപ്പിച്ചത്. അവരുടെ 2 പേരുടെ കാര്യം, അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഇതാണ് രാമൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. രുദ്ധയോർവൈ വിപശ്ചിതോഹോ, ഈ 2 പേർ, അവരുടെ പിന്നീടുള്ള കഥ എന്താണ്? ഏകോ വിപശ്ചിതേ വിഷ്ണുപ്രസാദാത് ജ്ഞാനം പ്രാപ്യ മുക്തഃ. ഒരു വിപശ്ചിത്ത് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് പോയ ആ വിപശ്ചിത്ത് മഹാവിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ട് ജ്ഞാനം നേടി മുക്തനായി. ദ്വിതീയഃ തു
അദ്യാപ്യവിദ്യായാം ബംഭ്രമീതീതി ശ്രുത്വ അവശിഷ്ടയോർദ്വയോ സമാചാരം രാമഃ പൃച്ഛതി. വടക്കോട്ട് പോയവൻ്റെ കാര്യമാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അയാൾ ദൃശ്യങ്ങളിൽ നിന്നും പുതിയ പുതിയ ദൃശ്യങ്ങളിലേക്ക്, പ്രപഞ്ചങ്ങളിൽ നിന്നും മറ്റു പ്രപഞ്ചങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ട് കഴിയുന്നു എന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ രണ്ടുപേരുടെ കഥയല്ല എനിക്കറിയേണ്ടത്. മറ്റ് രണ്ട് വിഭജിത്തുകളുടെ കഥയാണ് അറിയേണ്ടത്. അതായത് കിഴക്കോട്ടും തെക്കോട്ടും പോയ ആ രണ്ട് വിഭജിത്തുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? അവരാണ് അവശേഷിക്കുന്ന രണ്ട് വിഭജിത്തുകൾ. അവരുടെ കാര്യമാണ് രാമൻ അറിയാൻ ആഗ്രഹിക്കുന്നത്.